ഹലോ വെൽക്കം ബാക്ക് ടു ലെസ്റ്റേഴ്സ്. ഇത് ജോഗ്രഫി ഓഫ് ഇന്ത്യയുടെ പാർട്ട് 8ൻ്റെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉപദ്വീപീയ നദികളെ പറ്റിയാണ്. ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തേക്ക്. ഇപ്പോൾ നമ്മൾക്ക് ക്ലാസ് ഉപദ്വീപീയ നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഇന്ന് ഉപദ്വീപീയ നദികൾ. ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കാത്തവയാണ് ഉപദ്വീപീയ നദികൾ. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. ഏതൊക്കെയാണ്? ഇത് നോക്കൂ, മാപ്പിലോട്ട് നോക്കൂ, നമുക്ക് നോക്കാം. നർമ്മദ, പിന്നെയോ താപ്തി, പിന്നെയോ ഗോദാവരി, ഇത് നോക്കൂ ഇവിടെയാണ് ഗോദാവരി, ദെൻ കൃഷ്ണ, പിന്നെ കാവേരി, പിന്നെ ആരുള്ളത്? മഹാനദി. ഓക്കെ, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. ഇതിലോ 2 പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ്. ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. നോക്കൂ, ഈ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. എന്നിട്ടോ ഇവ അറബിക്കടലിലാണ് പതിക്കുന്നത്. നെക്സ്റ്റ്, നർമ്മദയുടെ ഉദ്ഭവസ്ഥാനം. അമർകണ്ട കുന്നിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് ഇന്ന് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. അതെവിടെയാണ്? മധ്യപ്രദേശിൽ. മധ്യപ്രദേശിലെ അമർകണ്ട കുന്നിലെ മൈക്കല പർവ്വതനിരയിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഏത്? നർമ്മദാ നദി. അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 ഉപദ്വീപീയ നദികളുണ്ട്. ഏതൊക്കെയാണവ? നർമ്മദയും താപ്തിയും. ഇവയിൽ ഏതാ വലുത്? നർമ്മദ. അതാണ് പറയുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദാ നദി. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി. അതായത് നർമ്മദാ നദിക്ക് കുറുകെയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പ്രാചീന കാലത്ത് രേവ എന്ന പേരിലാണ് നർമ്മദാ നദി അറിയപ്പെട്ടിരുന്നത്. പഴയ പേരാണ് നർമ്മദയുടെ. രേവ എന്ന പേരിലാണ് പണ്ട് നർമ്മദാ നദി അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദാ നദി. നർമ്മദാ നദിയുടെ തെക്കുള്ള ഭാഗത്തുള്ള സംസ്ഥാനങ്ങളൊക്കെയാണ് തെക്കേ ഇന്ത്യയിൽ ഉൾപ്പെടുന്നവയും നർമ്മദാ നദിക്ക് വടക്കുള്ളവയൊക്കെ വടക്കേ ഇന്ത്യ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഡക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി. ഡക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദാ നദി. എത്ര നീളമാണുള്ളത്? 1312 കിലോമീറ്റർ ആണ് നർമ്മദാ നദിയുടെ നീളം. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നർമ്മദാ നദി? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദാ നദി മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികളാണ് താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. ഓക്കെ, പ്രധാനപ്പെട്ട പോഷക നദികളാണ് താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. നർമ്മദാ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഹോംഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡ്ല. ഇവയൊക്കെയാണ് നർമ്മദാ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ. ഏതൊക്കെയാണ്? ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡ്ല. നർമ്മദാ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ എപ്പോഴാണ് നിലവിൽ വന്നത്? 1969 ഒക്ടോബർ 6. നർമ്മദാ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ 1960 ഒക്ടോബർ 6 നിലവിൽ വന്നു. ആദ്യ ചെയർമാൻ ആരാണ് ഇതിൻ്റെ? ജസ്റ്റിസ് വി രാമസ്വാമിയാണ് നർമ്മദാ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ. സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്താണ് പേര്? നർമ്മദ ബച്ചാവോ ആന്തോളനാണ് സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം നടത്തിയത്. അതിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? മേധാ പട്കറിന്റെ പാർട്ടി ഏതാണ്? പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് ആണ് മേധാ പട്കറുടെ പാർട്ടി.
ഇതിൻ്റെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ള സംഘടനയാണ്. ഓക്കെ, അതിൻ്റെ ലീഡറാണ് മേധാ പട്കർ. ഓക്കെ, അതായത് നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവാണ് മേധാ പട്കർ. ഇവരാണ് സർദാർ സരോവർ അണക്കെട്ടിനെതിരെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. നർമ്മദ നദി കൻഹ ദേശീയ ഉദ്യാനത്തിലൂടെയും ഒഴുകുന്നുണ്ട്. ഓക്കെ, നർമ്മദ നദി കൻഹ ദേശീയ ഉദ്യാനത്തിലൂടെയും. നെക്സ്റ്റ്, താപ്തി. ഉത്ഭവസ്ഥാനം സത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനം. സത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. നർമ്മദയുടെ ഇരട്ട എന്ന പേരിലും അറിയപ്പെടുന്നു. നർമ്മദയുടെ ഇരട്ട എന്ന പേരിലും അറിയപ്പെടുന്നു. താപ്തി നദിക്ക് കുറുകെയുള്ള ജലവൈദ്യുത പദ്ധതികളാണ് ഉക്കായ്, കാക്രപാറ. അതായത് താപ്തി നദിയിലുള്ള ജലവൈദ്യുത പദ്ധതികളാണ് ഉക്കായ് ആൻഡ് കാക്രപാറ. കാക്രപാറയും ഉക്കായും ആണ് താപ്തി നദിയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ. ഉക്കായ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താപ്തി നദിയിലാണ്. ഉക്കായ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താപ്തി നദിയിലാണ്. ഓക്കെ, ഉക്കായ് ഡാം. ഓക്കെ, ഉക്കായ് ഡാം താപ്തി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് താപ്തി നദി പതിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മഹാനദി. ഉത്ഭവസ്ഥാനം എവിടെയാണ്? സിഹാവ. അമർകണ്ടക് കൊടുമുടികളിലെ സിഹാവയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഫ്രം ഛത്തീസ്ഗഡിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. സിഹാവയിൽ നിന്ന്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് മഹാനദി? നോക്കൂ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഈ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി ഒഴുകുന്നത്. ഇതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഷിയോനാഥ്. മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ്, ടെൽ, ഇബ്. ഷിയോനാഥ് എന്നിവയാണ് മഹാനദിയുടെ പോഷക നദികൾ. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് നദി. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് നദി. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് കട്ടക്ക് ആൻഡ് സാംബാൽപൂർ. കട്ടക്ക് ആൻഡ് സാംബൽപൂർ ആണ് മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ. ഹിരാക്കുഡ് വെള്ളച്ചാട്ടം മഹാനദിയിലാണ്. മഹാനദിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഹിരാക്കുഡ് വെള്ളച്ചാട്ടം. പാരാദ്വീപ് തുറമുഖം എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ് പാരാദ്വീപ് തുറമുഖമുള്ളത്. അതുപോലെ മഹാനദി പതിക്കുന്നത് എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ. നോക്കൂ, ഇവിടെ നോക്കൂ, മാപ്പിൽ നോക്കൂ, അറിയാൻ പറ്റും. നോക്കൂ, ബേ ഓഫ് ബംഗാളിലാണ് ഇവിടെ മഹാനദി പതിക്കുന്നത്, അതായത് ബംഗാൾ ഉൾക്കടൽ. നെക്സ്റ്റ്, ഗോദാവരി. ഉത്ഭവസ്ഥാനം നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്ന്. ഉത്ഭവസ്ഥാനം എവിടെയാണ്? നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. നോക്കൂ, ഗോദാവരി. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. നമ്മൾ പീഠഭൂമികളൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാലോ എവിടെയാണ് ഡെക്കാൻ പീഠഭൂമി, എവിടെയാണ് മാൾവ പീഠഭൂമി എന്നൊക്കെ. സോ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത്? ഗോദാവരി നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി നദി. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. പോഷക നദികൾ ഏതൊക്കെയാണ് ഗോദാവരിയുടെ പോഷക നദികൾ? പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത എന്നിവ.
ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നാസിക് ആൻഡ് നിസാമാബാദ്. നാസിക്കും നിസാമാബാദുമാണ് ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണം. നെക്സ്റ്റ്, കൃഷ്ണ നദി. ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി ഉദ്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് കൃഷ്ണ നദി ഉദ്ഭവിക്കുന്നത്. എത്ര കിലോമീറ്റർ ആണ്? 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദി. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി. ആദ്യം ഏതായിരുന്നു പറഞ്ഞത്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതായിരുന്നു? ഗോദാവരി. സെക്കൻഡ് ആർക്കാണ്? രണ്ടാം സ്ഥാനം ആർക്കാണ്? കൃഷ്ണ. ഓക്കെ, ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. കൃഷ്ണയുടെ വേറെ പേര് എന്തൊക്കെയാണ്? പാതാള ഗംഗ, തെലുങ്കു ഗംഗ, അർദ്ധഗംഗ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കൃഷ്ണ നദിയാണ്. ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി തെലുങ്കു ഗംഗ പദ്ധതിയാണ്. ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദികൾ തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ചഗംഗ, മുസി. ഏതൊക്കെയാണ്? തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ചഗംഗ, മുസി. ഇവയൊക്കെയാണ് കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. കൃഷ്ണയുടെ കുറുകെയുള്ള അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? നാഗാർജുന സാഗറും അലമാട്ടി. നാഗാർജുന സാഗർ അണക്കെട്ടും പിന്നെ അലമാട്ടി ഡാമുമാണ് കൃഷ്ണയുടെ കുറുകെയുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. കൃഷ്ണയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണമാണ് വിജയവാഡ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. വിജയവാഡ പോർട്ട് എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ നദി ഒഴുകുന്നത്? നോക്കൂ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. കൃഷ്ണ ഇവിടെ നിന്ന് വരുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ നദി ഒഴുകുന്നത്. നെക്സ്റ്റ്, കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? കാവേരിയാണ്. ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. കാവേരി നദിയിലുള്ള പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. കാവേരി നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ. ഓക്കെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ? ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ. ഇവയൊക്കെയാണ് കാവേരിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ ശിവസമുദ്രം പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രൊജക്ട്, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം. അത് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. കാവേരി നദീജല പ്രശ്നം ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ്? തമിഴ്നാടും കർണാടകയുമായിട്ടാണ് കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്നത്. കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ എപ്പോഴാണ്? 1990 വന്നത്. കാവേരി നദീജല തർക്ക ട്രിബ്യൂണൽ വന്നത് 1990. കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് ഹാരംഗി, ഭവാനി, കബനി, ലക്ഷ്മണതീർത്ഥം, അർക്കാവതി, പാമ്പാർ, അമരാവതി. കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് ഹാരംഗി, ഭവാനി, കബനി, ലക്ഷ്മണതീർത്ഥം, അർക്കാവതി, പാമ്പാർ, അമരാവതി എന്നിവ. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന നദിയാണ് അർക്കാവതി നദി. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന നദിയാണ് അർക്കാവതി. ഓക്കെ, മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ്
കൃഷ്ണരാജസാഗർ ഡാം. മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജസാഗർ ഡാം. അതുപോലെ കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഭവാനി, പാമ്പാർ, കബനി. ഭവാനി, പാമ്പാർ, കബനി എന്നിവയാണ് എന്താണ് കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദികൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.